പണ്ട് കൃഷ്ണൻ രുക്മിണി കൃഷ്ണൻ കൊടുക്കണമെന്ന് വിളിച്ചു, ശിശുപാലന് കൊടുക്കണമെന്ന് വിളിച്ചു. അപ്പോൾ കൃഷ്ണൻ വന്നു, ശിശുപാലൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ തല്ലി ഒടിച്ചു. എന്നിട്ട് ശിശുപാലനും രുക്മിണിയുടെ ബന്ധുക്കളൊക്കെ കാണാതെ രുക്മിണിയോട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നു. എന്നാൽ അങ്ങനെ ഒരു തട്ടിക്കൊണ്ടു പോണ കഥയല്ല ഇത്, നമ്മുടെ ജീവൻ്റെ കഥയാണ്. അതിങ്ങനെ മനോഹരമായിട്ട് ഒരു ചിത്രീകരണം പോലെ കഥയായിട്ട് ഇങ്ങനെ പറയുകയാണ്. പണ്ട് വിദർഭ എന്ന രാജ്യത്ത് ഭീഷ്മകൻ എന്ന രാജാവിന് രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശി, രുക്മമാലി എന്ന് പേരായിട്ട് സ്വർണം കെട്ടിച്ച പേരുള്ള 5 ആൺമക്കളുണ്ടായിരുന്നു. രുക്മൻ എന്ന് പറഞ്ഞാൽ സ്വർണം എന്നർത്ഥം. പേരൊക്കെ സ്വർണം കെട്ടിച്ചതായെന്ന് വെച്ചാലും ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് മോശമായിരുന്നു. ഈ ദുഷ്ടന്മാരെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കുക നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും. അതായത് 6ാമത് ഒരു പെൺകുട്ടിയായിട്ട് ജഗദംബിക തന്നെ രുക്മിണിയായിട്ട് അവതരിച്ചു. അപ്പോൾ ബന്ധുക്കൾക്കൊക്കെ ഈ കുട്ടി ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടാണ് വളർന്നത്. എത്രയോ ഗൃഹാഗതൈഹി ഗീയമാന, ഗൃഹാഗതരായിരിക്കുന്ന സജ്ജനങ്ങൾ അങ്ങനെ പാടുന്ന ഭഗവാന്റെ കഥകൾ കേട്ട് വളർന്ന രുക്മിണിക്ക് തനിക്കൊരു ഭർത്താവുണ്ടെങ്കിൽ അത് കൃഷ്ണൻ മതി എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ബന്ധൂനാം ഇച്ഛതാം ദാതും കൃഷ്ണായ, ബന്ധുക്കൾക്കും തന്നെയായിരുന്നു ആഗ്രഹം ഈ രുക്മിണി കൊടുക്കുക കൃഷ്ണനെ കൊടുക്കണം. പക്ഷേ രുക്മി കൈതവമാശ്രിത, രുക്മി അതിന് തടസ്സം നിന്നു. എൻ്റെ സുഹൃത്ത് ശിശുപാലനല്ലാണ്ട് ഇവിടെ കൊടുക്കില്ല. ചേട്ടാപകടത്താനെ എത്ര പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവണമില്ല. എന്തായാലും പിന്നെ ബന്ധുക്കളൊക്കെ അയാളുടെ കൂടി വെറുതെ ലഹളം ഉണ്ടാവണ്ടല്ലോ. പക്ഷേ ഈ വിവരം വിവാഹത്തിൻ്റെ തലത്തലേ ദിവസം രുക്മിണി അറിഞ്ഞത്. രുക്മിണി ഇടയ്ക്കിടയ്ക്ക് പോയി തൊഴാറുള്ള ജഗദംബികയുടെ ഭഗവതർ അമ്പലത്തിൽ പോയിട്ട് തൊഴുതവനെ കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി. എനിക്ക് ഇന്നൊരു ഗതി വന്നുപോലോ ഭഗവതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ രുക്മിണി കരയാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ ഒരു ബ്രാഹ്മണൻ അദ്ദേഹം വന്ന് രുക്മിണിയോട് പറഞ്ഞു, രുക്മിണി കണ്ടു തുറക്കും, പെൺകുട്ടികൾ കരയാൻ പാടില്ല. പിന്നെ കരച്ചിൽ വന്നാൽ പിന്നെന്താ കാട്ടുക? പെൺകുട്ടികളുടെ കണ്ണുനീര് ഭൂമിയിൽ വീഴാൻ പാടില്ല. അതെയോ? എന്താ നദില ആക്കിയാലോ? അങ്ങനെയാണോ? അല്ല, പെൺകുട്ടികൾക്ക് കരയേണ്ട അവസ്ഥ ഉണ്ടാവരുത്. എന്താ രുക്മിണിക്ക് ദുഃഖം വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഞാൻ മനസ്സുകൊണ്ട് ദ്വാരകാധീശനായ ഭഗവാനെ വരിച്ചു കഴിഞ്ഞു. പക്ഷെ എൻ്റെ ഏട്ടനും ഒക്കെ ഇപ്പോൾ എന്നെ ശിശുപാലിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതെനിക്ക് വയ്യ, ഒരു പേരും മരിക്കണം. ഒന്നും വേണ്ട. രുക്മിണി ഒരു കാര്യം ചെയ്യും, രുക്മിണിക്ക് ഭഗവാനോട് പറയാനുള്ളത് ഇപ്പം ഭഗവാൻ അറിയും. അപ്പോൾ ഈ വകയൊക്കെ മനസ്സുകൊണ്ട് വരിച്ചു എന്ന് പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് അറിയും. പിന്നെ എങ്ങനെ രുക്മിണി ഒരു കത്തെഴുതി ഇന്ത്യയിൽ തരും, ഞാൻ ഭഗവാനോട് പറയാം. അങ്ങനെ രുക്മിണി ഒരു കത്തെഴുതി ഭഗവാന് ഏൽപ്പിക്കുകയാണ്. ആ ബ്രാഹ്മണൻ്റെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം ആ കത്ത് കൊണ്ട് അവിടെ പോയി ഗംഭീര സ്വീകരണമൊക്കെ കഴിഞ്ഞു. ആ കത്തിങ്ങനെ തുറന്ന വായിച്ചപ്പോഴേ അതിലാദ്യം സംബോധനന്നെ തികേമായിട്ടുണ്ട്. ഭുവനസുന്ദര എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അല്ലയോ ഭുവനസുന്ദര, അങ്ങയുടെ ദിവ്യമായിരിക്കുന്ന കഥകൾ, ഗുണഗാഥകൾ അതിങ്ങനെ കേട്ട് എൻ്റെ അംഗതാപങ്ങൾ മുഴുവനും ഇല്ലാണ്ടാവുന്നു. എല്ലാ ദുഃഖങ്ങളും അങ്ങയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇല്ലാണ്ടാവുന്നു. എല്ലാ വിചാരങ്ങളും ഇല്ലാണ്ടാവുന്നു. അങ്ങനെയുള്ള അങ്ങയുടെ കഥകൾ കേട്ട് ഹൃദയം അങ്ങിലേക്ക് ആവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങയോടുള്ള എൻ്റെ ആവേശം യാതൊരു നാണമില്ലാതെ ഞാൻ അങ്ങയുടെ മുമ്പിൽ തുറന്നാണ് പറയുന്നത്. അങ്ങിപ്പോൾ അത് അറിയാത്ത ആളൊന്നല്ലല്ലോ, അതിൽ നടിക്കുകയാണല്ലോ. അതൊക്കെ എനിക്കറിയാം. കാരണം അങ്ങ് എല്ലാവരുടെയും ചിത്തസ്ഥനാണ്. ഒരു നല്ല കുലവതിയായ ഒരു പെൺകുട്ടി അങ്ങേപ്പോലൊരു ഭർത്താവിനല്ലാണ്ട് ആരെയാണ് ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് സ്വയം
അങ്ങേക്ക് അർപ്പിതയായ എന്നെ ആ കള്ളച്ചാവാലി കുറുക്കനായിട്ടുള്ള ശിശുപാലന് കൊടുക്കാതെ കണ്ട് സിംഹപരാക്രമശാലിയായിരിക്കുന്ന അങ്ങ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണ് നടക്കുന്നത്? സിംഹം അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒരു ചാവാലി കുറുക്കൻ വന്നാൽ സിംഹത്തിന് മുമ്പിൽ കിടക്കുന്ന ഒരു മാംസകഷ്ണം എടുത്തുകൊണ്ട് അവിടെ പോയാൽ ആർക്കാണ് നടക്കണം? അതൊന്നും നാണം തന്നെ എങ്ങനെ കൊണ്ടുപോകണം? ഇങ്ങനെയൊക്കെയാ കത്തെഴുതേണ്ടതേ. അതങ്ങോട്ട് കണ്ട അപ്പ പുറപ്പെടണമെന്ന് തോന്നണമെന്ന് അർത്ഥം. അപ്പൊ അതങ്ങോട്ട് വായിച്ചപ്പോ എന്താ പക്ഷെ അങ്ങനെയാണ് കത്തെഴുതി വിചാരിച്ചാൽ എനിക്ക് പുറപ്പെടാനൊന്നും പറ്റില്ല, എന്നെ കിട്ടുന്ന ചില യോഗ്യതയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടോ എന്നാണെങ്കിൽ പൂർത്തേഷ്ടദത്ത നിയമൗറത ദേവ വിപ്പ ഗുർവർച്ചനാദിഭിരലം ഭഗവാൻ പരേശ ആരാധിതോ യദി ഗദാഗ്രജ ഏത്യപാണിം ഗൃഹാതു മേ മദമഘോഷസുതാദയോ. ഞാൻ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലം മുഴുവനും അങ്ങേക്ക് തരാം. ഇപ്പം തന്നെ അങ്ങ് പുറപ്പെടണം എന്നെ സ്വീകരിക്കാൻ. കാരണം നാളെ ഈ വിവാഹം. ഇവിടെ ധാരാളം ആൾക്കാര് സായുധ സന്നാഹങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അവരാരെങ്കിലും തോൽപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കാട്ടിച്ച് ഈട്ടിച്ച് അവരുടെ കഥ കഴിച്ച് രാക്ഷസ വിധിയാവണ്ണം അങ്ങയുടെ വീര്യത്തെ എനിക്ക് ശുൽക്കമായി നൽകിക്കൊണ്ട് അങ്ങനെ സ്വീകരിക്കണം. അയ്യോ, ഈ ബന്ധുക്കളെയൊക്കെ തോൽപ്പിച്ചിട്ട് അന്തഃപുരത്തിലിരിക്കുന്ന രുക്മിണി എങ്ങനെയപ്പോ ഞാനൊരു കൊണ്ടുവരിക എന്നാണെങ്കിൽ കാര്യപ്പ സ്വയംവരം എന്നാ പേര്, രുക്മിണി സ്വയംവരം എന്നാ പേര്. ശിശുപാലനെ കൊടുക്കുള്ളൂ, അതും എല്ലാവർക്കും അറിയാം. എന്നാ കാണുകയും ചെയ്യാലോ. എന്താ അവരുടെ കല്യാണം കഴിക്കാൻ നമുക്ക് പറ്റുന്നില്ല, കാണുകയും ചെയ്യാലോ വിചാരിച്ചിട്ടാണ് ഇന്ന് വരെ ഈ പ്രദേശത്തേക്ക് വരാത്തവരൊക്കെ ഒന്ന് വന്നേക്കുന്ന ആലോകയെ രുക്മിണി കല്യാണ മംഗളം എന്നും പറഞ്ഞ് പോന്നേക്കാപ്പൊന്ന് കാണുകയും ചെയ്യാലോ. കിട്ടുക ആവശ്യമുണ്ട്. എന്നാലും അങ്ങനെ മേടിച്ചിട്ട് പോരാന്ന് വിചാരിച്ച് കുറെ ആൾക്കാർ വരും. അപ്പൊ അവരെല്ലാവരും എവിടെ ഉണ്ടാവുക? അവരൊക്കെ അമ്പലത്തിന് മുമ്പിലാണ് ഉണ്ടാവുക. ഞങ്ങളുടെ കുലത്തിലെ സമ്പ്രദായം അനുസരിച്ച് വിവാഹത്തിന്റെ അന്ന് തൊഴാൻ പോണ ഒരു ചടങ്ങുണ്ട്, ദേവിയെ തൊഴാൻ പോകും. അപ്പൊ അവിടെ നിന്ന് ഇവിടെ തിരിച്ചു വരുന്ന സമയത്ത് കാണാൻ വേണ്ടി കുറെ ആള് കാത്തുനിൽക്കുന്നുണ്ടാവും. അവിടെ വന്നാൽ മതി. എവിടെ വന്നാൽ മതിന്ന്? അമ്പലത്തിൽ വന്നാൽ മതിന്ന്. അപ്പോഴോ അവിടുന്ന് ചാടി പോവാന്ന്. ചെറുപ്പക്കാരി പെൺകുട്ടികളെ നിശ്ചയം കേൾപ്പിക്കരുതെന്ന് പറയണത്. കാരണം വേറെ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല, അതിന്റെ മുമ്പുള്ളതും കേട്ടിട്ടുണ്ടെങ്കിൽ നാളെ വരില്ല. നാളെ ഇപ്പൊ അവിടെ സംസാര സാഹചര്യം എന്ന് പറയുമ്പോൾ എതിരാളികളും ഉണ്ടാവും അവിടെ. പിന്നെ ആകെ ഇപ്പൊ എന്തായി കേട്ടത്? രുക്മിണി സ്വയംവരത്തിൽ വന്നിട്ടേ ചാടി പോവാൻ അമ്പലത്തിൽ വന്നാൽ മതി, അത് പഠിച്ചു പോകും. ബാക്കിയൊന്നും കേട്ടില്ല. അങ്ങനെയാണോ? നീ ചാടിപ്പോണ കഥയാണോ അത്? അല്ല, അങ്ങനെ സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര ജന്മങ്ങൾ വേണമെങ്കിൽ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങല്ലാതൊരു ഭർത്താവ് എനിക്കില്ല. അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ വ്രതങ്ങളെ കൊണ്ട് ഈ ശരീരം കൃശമാക്കി തങ്ങൾ ഉപേക്ഷിച്ചേ വരുള്ളൂ എന്നുള്ള രുക്മിണിയുടെ വാക്കാണ്ട് കേട്ടതോട് കൂടിയിട്ട് എത്താം ആനയിഷ്യ ഉന്മധ്യ രാജന്യാപസജാൻ മൃധേ. ഞാൻ ആ യുദ്ധത്തിൽ സകല ദുഷ്ടന്മാരുടെയും കഥ കഴിച്ച് രുക്മിണിയും കൊണ്ടേ വരൂ എന്നിട്ട് പറഞ്ഞ ആ ബ്രാഹ്മണനെ പിടിച്ച രഥത്തിലേക്ക് ഒരു ഒറ്റ ചാട്ട വായു വേഗത്തിലാണ് രഥമായിട്ട് പറഞ്ഞേക്കുന്നത്. അതൊക്കെ ബലരാമസ്വാമി പുറപ്പെട്ടു. എന്തോ അവിടെ അടിപൊളി ലഹളയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? ഈ കൃഷ്ണൻ ഒറ്റയ്ക്ക് പോയിട്ട് അവർക്ക് വല്ലതും കണ്ടി വന്നില്ലാലോ. അയാൾക്ക് ഈ കല്യാണം വിചാരിച്ചിട്ട് വേറെ ഒന്നും ആലോചിക്കാണ്ടേ വല്ലവരും പിന്നൊന്നും കുത്തിയാലോ ഞാൻ പിന്നാലെ പോയില്ലെങ്കിൽ ശരിയാവില്ല എന്നിങ്ങനെ ഭാതൃസ്നേഹ പരിപ്ലുതനായിട്ടുള്ള ബലരാമസ്വാമി ഒപ്പം പുറപ്പെട്ടു. വിദർഭയില് ഇരുവരും എത്തിച്ചേർന്നപ്പോഴേക്കും ഭീഷ്മകരാജാവ് നന്നായി വരില്ലേരിക്കോ നിരീച്ചായിരുന്നു. ഇപ്പൊ സമയത്ത് വന്നല്ലോ, വളരെ നന്നായി. എന്നാ ഇനി അവിടെയും ഇവിടെയൊന്നും പോയി നിൽക്കണ്ട, ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞ് രാമകൃഷ്ണന്മാരെ കൂട്ടി
വരൻ്റെ ഗൃഹത്തിലാണ് കൊണ്ടുപോയി താമസിപ്പിച്ചു. വരൻ്റെ ഗൃഹത്തിലോ? അപ്പോൾ അവിടെ ശിശുപാലൻ അതിലൊക്കെ കുറേ നേരത്തെ വന്നു. കാരണം ഈ അപകട കാലാണ്. എപ്പോഴാ ഇന്ന് മുതൽക്ക് ബസ്സില്ല എന്നൊക്കെ പറയാന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ബന്ധു ഹർത്താലൊക്കെ വന്നാലോ എന്നൊക്കെ വിചാരിച്ച കാലയെ കൂട്ടി. കാരണം ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമയം കൂടിയാണല്ലോ. എപ്പോഴാ എന്താ എവിടെയാ പൊട്ടി പുറപ്പെടാതെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ മുമ്പേ തന്നെ എവിടെയാണ് എത്താൻ തിരിച്ച് ഇയാളൊക്കെ കുറേ മുമ്പ് തന്നെ വന്നു. അവിടെ പന്തലും കെട്ടലും കൂടി ആയിട്ടില്ല. അപ്പോൾ ഇത് എവിടെയാ കൂടുക? ബന്ധുക്കളൊക്കെ വന്നിട്ട് താമസിക്കാനൊക്കെ സ്ഥലത്തൊക്കെ എല്ലാം ആൾക്കാരൊക്കെ ആയിരുന്നേ. അപ്പോൾ വരന് വേണ്ടിയിട്ട് പുതിയ ഗൃഹം നിർമ്മിക്കണേ ഉള്ളൂ. അത് നിർമ്മിക്കൽ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ മുമ്പ് ഇയാൾ ശിശുപാലൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെ എപ്പോഴും വരണവരല്ലേ, ഞങ്ങൾക്ക് ഇപ്പം അങ്ങനെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും വേണമെന്ന്. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൂടിക്കോളാം. എന്നിട്ട് എവിടെയെങ്കിലും കൂടിക്കോളാം എന്ന് പറഞ്ഞ് ഇവര് ഏതോ കലവറയിലൊക്കെ പോയി കൂടി. അപ്പം അവിടെ ഈ വെളിച്ചമില്ലാണ്ട പഞ്ചല്ലാത്ത സമയത്തൊക്കെ ആയി ഗ്രഹണക്കാർ രാത്രി 2 മണിക്കൊക്കെ എണീറ്റ് വന്ന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ പുറപ്പെടുക. വെളിച്ചാകുമ്പോൾ അങ്ങനെ മിണുങ്ങാൻ പോകണവർക്ക് ഇതൊന്നും ആലോചിക്കണ്ടല്ലോ. രാത്രി ഇവർ ഉറക്കല്ലാതെ കണ്ട് കഷ്ണം മുറുക്കുക മറ്റതോ മറിച്ചത്. അപ്പം അവരിങ്ങനെ ഈ ഉറക്കച്ചടവിലിങ്ങനെ വന്ന് അവിടെ വന്ന് പല സാധനങ്ങളും എടുക്കാനായിട്ട് നോക്കണ സമയത്ത് മത്തങ്ങയാണ് വിചാരിച്ചെടുത്ത് നോക്കിയപ്പോൾ ജരാസന്ധൻ്റെ തലയാണ്. ഇതെവിടേക്കായി ഈ രാത്രി എന്നെ വിളിച്ചുകൊണ്ട് അപ്പോഴാണ് അതൊരു മനുഷ്യനാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരോ സാധനങ്ങൾ അരിച്ചാക്ക് വലിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ശിശുപാലൻ ഇങ്ങനെ ഓരോരോ വസ്തുക്കൾ ദന്തവക്ത്രൻ അയാളുടെയൊക്കെ ആ പല്ലുമ്പിൽ വെച്ച് ചെന്ന് വീണു വെച്ചാൽ പിന്നെ കഴിഞ്ഞു കഥ. അത്ര അപകടാർത്ഥം. ഏതായാലും ഇതിലൊക്കെ കൂടി അവിടെ കൂടി ചേർക്കുക. അപ്പം ഇങ്ങനെ ഒരു 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 എന്താ പറയേണ്ടത്, ഒരു സമ്പ്രദായം ഇല്ലാത്തതായ ഈ കൂട്ടരുടെ അടുത്തേക്ക് തങ്ങളുടെ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞയക്കണ കാര്യം ആലോചിക്കുമ്പോൾ വിദഗ്ധയിലെ ആളുകളൊക്കെ ഒക്കെ വിഷമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് വരൻ്റെ കൊട്ടാരത്തിൽ കൃഷ്ണൻ എത്തി. ഇനി വരുമ്പോൾ വയ്ക്കാനില്ല. അപ്പൊ വരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ എന്താ വിചാരം? ഞങ്ങളുടെ തമ്പുരാട്ടിക്ക് ഇദ്ദേഹം തന്നെ ഭർത്താവായിട്ട് വരട്ടെ, ഇദ്ദേഹം തന്നെ ഭർത്താവായിട്ട് വരട്ടെ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് എല്ലാവരും രുക്മിണിക്കും കൃഷ്ണനും ആശംസകൾ അറിയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞായിരുന്നു. അപ്പൊ കൃഷ്ണൻ വന്നു എന്നറിയില്ലല്ലോ. രുക്മിണിയാണെങ്കിൽ തലേ ദിവസം തന്നെ ഭഗവാൻ എന്നെ ഉണ്ടാ മഹാദേവനും ആ ഭഗവതിയും ഒക്കെ എന്നെ ഉപേക്ഷ മട്ടാണോ എന്നാണ് തോന്നുന്നത് എന്നൊക്കെ വിചാരിച്ച് കരഞ്ഞ് ക്ഷീണിച്ച് തുടങ്ങിട്ടു. പാകക്കാലമായപ്പോൾ രുക്മിണിയുടെ ഇടത് ഭാഗം മറച്ചു. ഇത്രേ പെൺകുട്ടികളൊക്കെ ഇടത്തെ ഭാഗം മറച്ചാൽ നല്ല ലക്ഷണമാണ്. തന്നെ മറക്കണം കേട്ടോ, അല്ലാണ്ട് വിളിച്ചാൽ മണി ഉറപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. രാവിലെ എണീറ്റ് ഇങ്ങനെ ആക്കിയിട്ടേ കാര്യം. ബ്രാഹ്മണൻ ദേവി നിന്ന് ഭഗവാൻ വന്നു എന്നറിയിച്ചു. അങ്ങനെ രുക്മിണി കുളിച്ചലങ്കരിച്ച ആ ദേവിയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു, അമ്മേ എനിക്ക് എൻ്റെ ഭർത്താവായിട്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെ വരണേ, വേറെ ആരും എനിക്ക് സ്വീകരിക്കാൻ വയ്യ. നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ആ രുക്മിണി തൊഴുക്കെ കഴിഞ്ഞ് ഭഗവാന്റെയും ഭഗവതിലേക്ക് അനുഗ്രഹമൊക്കെ വാങ്ങി ഒന്നിനെ പുറത്തേക്ക് വരുമ്പോഴേക്കും ആൾക്കാർ ആനപ്പുറത്തെ മതിലിന്റെ മുകളിലും മരത്തിന്റെ മുകളിലൊക്കെ കയറിയിട്ടുള്ള രുക്മിണി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടേ അങ്ങനെ എല്ലാവരും എന്താ രുക്മിണി 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 വരുന്നു അപ്പുറത്തേക്ക് പോയി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അയ്യോ മൂടുപുടവ കൊണ്ട് മുഖം മറച്ചിരിക്കുന്നു ഒന്നും കാണാനില്ല. ഇപ്പൊ കാണുന്നു വിചാരിച്ചതാ. ഇപ്പോഴാണ് രുക്മിണി കൂട്ടത്തിൽ നമ്മുടെ ആള് വന്നിട്ടുണ്ടോ നോക്കട്ടെ, അതിപ്പോ അങ്ങനെ നോക്കാൻ പറ്റില്ലോ. അപ്പോൾ ആ രുക്മിണി തൻ്റെ മൂടുപടമൊന്നങ്ങനെ മാറ്റി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അളകങ്ങൾ മാറ്റാനാണെന്നുള്ള വ്യാജേന ഒന്നങ്ങനെ നോക്കിയപ്പോഴേ ആ രുക്മിണിയുടെ കടാക്ഷേത്രത്തോട് കൂടിയിട്ട് എല്ലാ രാജാക്കന്മാരും ആ രുക്മിണി 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 എന്നും പറഞ്ഞാൽ ചിലര് പിടിപിടിപിടുന്നേ ആ മരത്തിന്റെ മുകളിൽ ആനപ്പുറത്തുനിന്നും മതിലിന്റെ മുകളിൽ നിന്നൊക്കെ വീണു. രുക്മിണിയെ കണ്ട് ബോധമില്ലാണ്ടേട്ടെ ഇങ്ങനെ ഇരിക്കുന്ന ആ രുക്മിണിയെ കണ്ട് ബോധമില്ലാത്തതായിട്ടുള്ള ആളുകളെല്ലാവരും വീണപ്പോൾ രുക്മിണി വീഴാത്ത ആളെ കണ്ടു. ആരെ കണ്ടു? സാ
ദദൃശേച്യുതം. അച്യുതനെ കണ്ടു. എന്താ വേണ്ടത്? ഞാൻ വരെ കേട്ടോ എന്ന് പറഞ്ഞ അങ്ങനെല്ലാം വന്നോ? ഒന്ന് സ്വീകരിക്കട്ടെ. ഓരോ അടി വെക്കുമ്പോഴും ഭഗവാൻ ഇപ്പം എൻ്റെ അടുത്തേക്ക് വരും, ഇപ്പം എൻ്റെ അടുത്തേക്ക് വരും എന്ന് വിചാരിച്ചുകൊണ്ട് സൈവം ശനൈശ്ചലയതി ചലപത്മകോശൗ പ്രാപ്യം തദാ ഭഗവത പ്രസമീക്ഷമാണ ഉത്സാര്യ വാമകരജൈഃ അളകാനപാംഗൈഃ പ്രാപ്താൻ ഹ്രിയൈക്ഷത നൃപാൻ ദദൃശേച്യുതം. അച്യുതനായിരിക്കുന്ന, ആശ്രയിക്കുന്നവരെ വീഴ്ത്താത്ത, ഒരിക്കലും വീഴ്ചയില്ലാത്ത ഭഗവാന്റെ ദർശനം ഉണ്ടായി. ഓരോ അടിയിലും എന്നെ സ്വീകരിക്കണേ, എന്നെ സ്വീകരിക്കണേ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ആ രുക്മിണിയുടെ അടുത്തേക്ക് കൊന്നുഗമിഷ്യസി ചന്ദ്രമുഖി, എവിടെ പോണു ചന്ദ്രമുഖി, ഇതല്ലേ നമ്മുടെ പേര് എന്ന ഭാവത്തിൽ ഓടിച്ചെന്ന് ആ രുക്മിണി അങ്ങനെ എടുത്ത് തേരിലേക്ക് വെക്കുകയുള്ളൂ. രാമാദികളോട് കൂടിയിട്ട് വളരെ പതുക്കെ ആരൊക്കെങ്കിലും എതിർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ആവാം എന്നുള്ള ഭാവത്തിൽ ആ രഥം തിരിച്ച് പിന്നാക്കമാനെ തിരിഞ്ഞു നോക്കി വളരെ പതുക്കെ അവിടുന്ന് ഭഗവാനോട് പുറപ്പെട്ടപ്പോഴേ അവിടെ വന്നുകൂടി അഭിമാനികളായിരിക്കുന്ന കേമന്മാര്, രാജാക്കന്മാരൊക്കെ അയ്യോ ഇങ്ങനെയാ ഉണ്ടായത് എന്നാകെ കിട്ട വഷളായി അർത്ഥം. വീട്ടുക്ക അമ്പും വില്ലും വാളും പരിചയം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ആക്രോശിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോഴേക്കും ബലരാമസ്വാമി ആ കൊലക്കയും കലപ്പിക്കൊന്നു തുടങ്ങി. അതുകൊണ്ടുള്ള പ്രയോഗ വിന്യാസമുണ്ടോ? ആ കലപ്പുകൊണ്ട് ഒന്നിച്ചൊന്ന് പിടിക്കുക, വലക്കൊണ്ട് സകലരുടെയും തലകൾ പോകും. അപ്പൊ ഇതൊക്കെ ഏതാണ്ട് കണ്ടും കേട്ടുമൊക്കെ പരിചയമുള്ള ആൾക്കാർ പലരും അവിടെ ഉണ്ട്. അവര് ഇതൊക്കെ മനസ്സിരുത്തി ബലരാമസ്വാമി ഒലക്കയും കലപ്പി എടുക്കണുണ്ടാന്ന് കണ്ടപ്പോ അപ്പൊ പരിപ്രഥോനോ കുഴപ്പപ്രഥോനോ ദ്വാരകയില് തനിക്കിപ്പോ ഏത് പ്രഥോനാ വേണ്ടത്? എന്തായാലും തനിക്ക് പിഴിഞ്ഞ പായസം തന്നെയാ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഇപ്പൊ തന്നെ വേണോ ചോദിച്ചു ബലരാമൻ. വേണ്ട വേണ്ട, അവിടെ എത്തിയിട്ട് മതി, അങ്ങനെ നടക്കാം അങ്ങനെ നടക്കാം അങ്ങനെ നടക്കാം എന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. പിന്നെ യുദ്ധത്തിന് വന്നവരെ കാട്ടിച്ചു ഓടിച്ചു, പലരുടെയും കഥ കഴിച്ചു. അപ്പോഴേക്കും ഈ ജരാസന്ധനും ശിശുപാലനും ഒക്കെ പേടിച്ചിട്ട് ഈ ബലരാമന്റെ തല്ലിന്റെ ശക്തി നല്ലോണം അറിയുന്ന ആളാ ജരാസന്ധനെ. ജരാസന്ധന ശിശുപാലന്റെ കയ്യിൽ പിടിച്ച ഒരൊറ്റ ഓട്ടാകും. ശിശുപാല പ്രാണം വേണമെങ്കിൽ ഓടിക്കോ, തോൽക്കുക എന്ന് പറഞ്ഞ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അയ്യോ എന്റെ ഭാര്യ അയാൾ കട്ടും കൊണ്ട് പോയില്ലോ എന്നുള്ള ഭാവത്തിലായിപ്പോ ശിശുപാലൻ കരഞ്ഞുകൊണ്ടിരിക്കണേ. ഭാര്യയെ അയാളുടെ ഭാര്യ ഒന്ന് നിരീക്ഷിച്ചു, ഇത്രയുള്ളൂ. അപ്പോഴേക്കും വിഷമായി. അപ്പൊ ശിശുപാലനെ ജരാസന്ധൻ ആശ്വസിപ്പിച്ചു. എന്താണെന്നറിയോ കേട്ടോ, 10-17 വട്ടം ഞാനും ബലം കൂടിയിട്ട് എത്ര യുദ്ധം ചെയ്തതാ. എന്നിട്ട് എന്തുണ്ടായി? 17 വട്ടവും ഞാൻ നല്ല ഒന്നാന്തരമായിട്ട് തോറ്റു. എന്നിട്ട് എൻ്റെ മുഖത്ത് വല്ല കുഴപ്പം അയാളോട്ട് ആ ചേട്ടനത്തെ ഒന്നായിട്ട് കൊടുക്കാനാ ശിശുപാലന് തോന്നിയത്. പക്ഷേ പ്രായം കൊണ്ട് വളരെ സീനിയറാണ്. കൈ ഉടഞ്ഞിട്ട് പോയി കഴിഞ്ഞു. കയ്യൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ ചിലത്താൻ റെഡി ആയിരുന്നത്. അപ്പോഴാ ഊണില്ല എന്ന് കേട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ രുക്മിണിയുടെ കൈ പിടിച്ച് പോകണം നിരീക്ഷിച്ച് വന്ന ശിശുപാലൻ ജരാസന്ധന്റെ കൈ പിടിച്ച് കൊണ്ടുവന്നു. പിന്നെ ശിശുപാലന് തൻ്റെ പെങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാതെ, കൃഷ്ണന്റെ കഥ കഴിക്കാതെ ഈ നാട്ടിൽ കാലുകുത്തില്ല സത്യം ചെയ്ത രുക്മി പരാക്രമം കാട്ടി കൃഷ്ണനോട് തല്ലൂടാൻ പോയി. കൃഷ്ണൻ തൻ്റെ ഉത്തരീയങ്ങൾ അഴിച്ച ആ രുക്മിണിയെ പിടിച്ച് തൻ്റെ തേരിൻ്റെ തൂണുമ്പിൽ മുറുക്കേട്ട് കെട്ടി വാളൂര് വെട്ടാൻ പുറപ്പെട്ടപ്പോഴേക്കും രുക്മിണി കാല് പിടിച്ചു. എൻ്റെ വലിയേട്ടനാണേ കൊല്ലരുതേ പറഞ്ഞു. രുക്മിണി വാളെടുത്താൽ അത് പ്രയോഗിക്കാനുള്ളത് അടുത്ത് വെക്കാൻ പാടില്ല, അതുകൊണ്ട് ഒന്ന് കണ്ണടച്ചോളൂ. കണ്ണടച്ചു തുറക്കുമ്പോഴേക്കൊക്കെ കഴിയും. ഒരു പ്രയോഗം നടത്തി. അയാളുടെ പകുതി മുടിയും താടിയും അങ്ങനെ ഒക്കെ പകുതി കൊയ്യാണ് പോയി. ആകെ ഒരു പന്തിയല്ലാണ്ടേ. അപ്പൊ ബലരാമസ്വാമി നോക്കുമ്പോൾ കൃഷ്ണത് തേരുമ്പോൾ എന്താ ഒരു സാധനം?
ശത്രുക്കളൊക്കെ വരുന്നുണ്ടോ ഇങ്ങനെ പിന്നാക്കം നോക്കി ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് തേരുമ്പിൽ ഒരു പന്തിയല്ലാത്ത സാധനം. ഇതെന്താ? അതെ ഏട്ടാ, എനിക്ക് ഉണ്ടായിരുന്നു നമ്മുടെ വലിയ അയ്യോ മൂത്തളിയാന്ന് കേട്ടിട്ടുണ്ട്. മൂത്തളിയൻ തന്നെ എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ഇതിന്റെ കിഴപ്പട്ടുള്ളതൊക്കെ എങ്ങനെയാ? കൃഷ്ണ അഴിച്ചു വിടുക അയാളൊക്കെ. എന്തിനാ ഇയാളൊക്കെ തല്ലുകൂടാൻ? തനിക്ക് നല്ല കാര്യം. താൻ ഈ തലമുടി കെട്ടാനാണ് ഇവിടെ വന്നത്? ഞാൻ കല്യാണം കഴിക്കാൻ വന്നത്. അഴിച്ചു വിടണോ? അയ്യോ, രുക്മിണിക്ക് ഇനി ഇതിൽ വലിയ നാണക്കൾ വരാനില്ല. അയാൾ നാണം കേട്ട അവിടുന്നാണ് പോയി. ദ്വാരകയിലങ്ങനെ രാമകൃഷ്ണന്മാര് രുക്മിണിയോടനെ എത്തിച്ചേരുമ്പോഴൊക്കെ നല്ല ഗംഭീരായിട്ട്, അങ്ങനെ ആഘോഷമായിട്ട്, ഉത്സാഹമായിട്ട് എല്ലാവരും ദീപങ്ങളെ കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുന്നു. കൊടിതോരണങ്ങള്, നിറപറകള്, നിലവിളകളൊക്കെ വെച്ച് എന്താ അവിടുത്തെ ഒരു രസം! ബ്രഹ്മഘോഷം ചെയ്തുകൊണ്ട് സജ്ജനങ്ങളൊക്കെ രാമകൃഷ്ണന്മാരെയും രുക്മിണിയും സ്വീകരിച്ച് സുവർണ മണ്ഡപത്തിൽ വെച്ച് വിധിക്കനുസരിച്ചിട്ട് ആ രുക്മിണി കൃഷ്ണന്മാരുടെ വിവാഹം ദ്വാരകയിൽ വെച്ച് നടന്നു പോകും. ആ ശ്ലോകങ്ങളാണ് ഇനി നമ്മളിവിടെ വായിക്കാൻ പോണത്. നമുക്കും രുക്മിണി കല്യാണം കാണാനായിട്ട് സാധിക്കട്ടെ. ഈ തവണത്തെ രുക്മിണി സ്വയംവരം കഴിഞ്ഞാലെങ്കിലും രാധയെ കൊണ്ടുവരാൻ പോകണ്ടേ എന്ന് ചോദിക്കൽ നിർത്തിയിരിക്കാം വെക്കുക. എത്ര തവണ രുക്മിണി സ്വയംവരം കഴിഞ്ഞാൽ രാധയുടെ ബിംബം കൊണ്ടുവരണ്ടേ എന്നാ ചോദിക്കുക എന്നുള്ളതിന് പോകാനായാൽ. അപ്പം അതൊക്കെ ഒന്ന് മാറിയിട്ട് രുക്മിണി സ്വയംവരാണ് നമ്മൾ വായിക്കണത് എന്നൊക്കെയുള്ളൊരു ബോധത്തോടു കൂടിയിട്ടും നമ്മുടെ ജീവനെയാണ് അവിടെ രുക്മിണിയായിട്ട് കാണിക്കുന്നതെന്നും ശിശുപാലൻ്റെ പേരും ജ്യേഷ്ഠൻ്റെ തേരും നിൽക്കുന്ന സമയത്ത് ഭഗവാന്റെ അടുത്തേക്ക് ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ജ്യേഷ്ഠൻ്റെ തേരിൻ്റെ അടുത്തേക്ക് പോകാൻ നിശ്ചയിച്ച രുക്മിണിയെ പോലെ ദേഹം കൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷേ ഹൃദയം ഭഗവാൻ ഇരിക്കട്ടെ എന്ന പാഠം നമ്മളാകുന്ന ഓരോരോ ജീവന്മാർക്കും തരണതായ ഉദാത്തമായ ഒരു രംഗമാണ് രുക്മിണി സ്വയംവരം. 5 സഹോദരന്മാര് 5 ഇന്ദ്രിയങ്ങളെ പോലെയാണ്. അവർ വിഷയസുഖങ്ങളുടെ പ്രതീകമായിരിക്കുന്ന ശിശുപാലന് ഈ ജീവിതം കൊടുക്കാനായിട്ടാണ് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുക. അവരിൽ നിന്ന് മറ്റനേകം ദുഷ്ടന്മാരിൽ നിന്ന് ഭഗവാൻ രുക്മിണിയെ രക്ഷിച്ചതുപോലെ നമ്മളെയും നമ്മുടെ വേണ്ടാത്തതായിട്ടുള്ള വിചാരങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും ഒക്കെ ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമ